വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ മനോഹരമായ മലയോര ഗ്രാമമായ മേഘമലയിലേക്കാണ്. ഇന്നത്തെ യാത്രയിൽ ഞാനും രാജയും കൂടെ സന്തോഷും ജോണിക്കുട്ടിയും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ യാത്രയുടെ ചില മനോഹര കാഴ്ചകളിലേക്കാണ്. കട്ടപ്പനയ്ക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് അവിടെ പോകുന്നുണ്ട്. എൽഷദായി ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട്, കോട്ടയത്തിന് പോകുന്നു. ഇതാണ് മെരിയൻ കോളേജ് കുട്ടിക്കാനം. നമ്മുടെ വണ്ടി, രണ്ട് വണ്ടി. രാവിലെ കുട്ടിക്കാനത്ത് നല്ല ചൂട് പൊറോട്ട, മുട്ടക്കറി, കടലക്കറി. പ്രശസ്തമായ കമ്പം പ്രദേശത്തുള്ള ഉഴവൂർ സൺഡേ മാർക്കറ്റും പിന്നെ നമ്മുടെ കമ്പത്തുള്ള മുന്തിരിത്തോട്ടങ്ങളിലൂടെയുമാണ് ഇന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ഞങ്ങൾ ആദ്യം എത്തിയത് കമ്പത്തെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളിലേക്കാണ്. അവരവരുടെ വീടുകളിലേക്ക് കുറച്ച് മുന്തിരി വാങ്ങാമെന്നായിരുന്നു പ്ലാൻ. കിലോ 200 രൂപ. ചെറിയ പച്ച മുന്തിരിങ്ങ ആണ് ഇവിടെയുള്ളത്, ഈ തോട്ടത്തിലുള്ളത്. നോക്കി, ആളുകളെല്ലാം വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നു. മുന്തിരിത്തോട്ടം. ഇപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ ഇതാണ്. കമ്പത്തെ മുന്തിരിത്തോട്ടം, MSR. ഓപ്പോസിറ്റ് സൈഡിൽ ജെന്നീസ് മുന്തിരിത്തോട്ടമുണ്ട്. അവിടത്തെക്കാട്ടിലും ഇച്ചിരി നല്ല ടേസ്റ്റുള്ളത് ഇവിടെയാണ് കിട്ടിയത്. ഇങ്ങനെ നമ്മൾ മുന്തിരിയൊക്കെ മേടിക്കും. ഇവിടുന്ന് തിരിച്ച് കാറയിലോട്ട് പോവാണ്. എല്ലാവരും 5 കിലോ വീതം മേടിച്ച് ബോക്സ്. സന്തോഷേ, എന്തുവാടാ ഓരോ പെട്ടിയുണ്ടല്ലോ ഭാര്യയുടെ ഭർത്താവിൻ്റെ കയ്യിൽ? അത് അവള് മേടിച്ചല്ലേ, ഞാൻ മേടിച്ചതാ. നമ്മൾ കമ്പത്തു നിന്ന് മുന്തിരിങ്ങയൊക്കെ മേടിച്ചിട്ട് നേരെ ഇപ്പോൾ ചിന്നമണ്ണൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്, മേഘമല പോകാനായിട്ട്. എന്തൊരു അടിപൊളി കാഴ്ച, എന്തൊരു സീനറിയാണെന്നറിയും. എല്ലാവരുടെയും ചെവിയിൽ മൊബൈൽ വെച്ചുകൊണ്ട് തല ചെരിഞ്ഞിരുന്നാണ് ഇവിടെ ബൈക്ക് ഓടിക്കേണ്ടത്. അതൊരു കോമൺ റൂളാണ്.
അതുകൊണ്ടോ ഇപ്പോൾ ഈ സ്കൂട്ടർ കയറിപ്പോയ സ്കൂട്ടർ ചേട്ടൻ മൊബൈൽ ഓഫ് ചെയ്തു. അതെ നമ്മുടെ അവിടെ ഹെൽമെറ്റിനകത്ത്, കേരളത്തിലാണെങ്കിൽ ഹെൽമെറ്റിനകത്ത് വെച്ച് ഓടിക്കും. ഇവിടെ ഹെൽമെറ്റ് വേണ്ടാത്തതാണ്, ഇവിടെ ഹെൽമെറ്റ് നിരോധിച്ചിരിക്കുക. നമ്മൾ ഉഴവൂർ സൺഡേ മാർക്കറ്റിലാണ്. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കും, ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ട്. കാര്യമായ വില വ്യത്യാസമൊന്നുമില്ല. പെരുസ് പെരുസ് ടീച്ചിങ്ങാനാവില്ല. ഇന്ന് ഇതിലോട്ടിട്ടോ, ദാണ്ട് ഇതിലോട്ടിട്ടോ, ഇതിലോട്ടിട്ടോളാൻ 30. ഉള്ളി വേണോ? ഉള്ളി വേണോ? തമിഴ്നാട്ടിലെ ഒരു കർഷക വിപണിയാണ് ഈ ഉഴവൂർ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കി കുറഞ്ഞ വിലയ്ക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും കർഷകർക്ക് മികച്ച ലാഭവും ഉറപ്പാക്കുന്ന ഈ വിപണി കർഷകരെ നേരിട്ട് ഉപഭോക്താക്കളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഉള്ളി മേടിച്ച് കിലോ 30 രൂപ. വെണ്ടയ്ക്ക എടുത്തോ? അര കിലോ കൊടുക്കുക, അര കിലോ കൂടെ. അര കിലോ മതി, അര കിലോ പോതും. 30 രൂപയ്ക്കോ? ആ ഓക്കെ കൊടുക്കും. അതിലോട്ടിട്ട് ബ്രോക്കോളി എന്താ വില? എന്ത് ബ്രോക്കോളി വില? വില എത്ര? 1/4 കിലോ 70, 60. നമ്മൾ ഉഴവൂർ സൺഡേ മാർക്കറ്റിലാണുള്ളത്. ഈ മാർക്കറ്റ് എല്ലാ ദിവസവും 12 മണി വരെ ഉള്ളൂ, ഉച്ച കഴിഞ്ഞ് ഉണ്ടാവില്ല, അടച്ചിടുക. മാർക്കറ്റ് കമ്മിറ്റികൾ നിയന്ത്രിക്കുന്ന ഈ വിപണികൾ വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും കർഷകർക്ക് നല്ല സഹായങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. തേങ്ങ ഇവിടെ 65 രൂപ കിലോയ്ക്ക് വില, ചെറിയ തേങ്ങയാണ്. ഇവിടെ നിന്ന് നമ്മൾ പച്ചക്കറികൾ വാങ്ങുമ്പോൾ വിലയിൽ നാട്ടിൽ കിട്ടുന്നതിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല എങ്കിലും ചിലപ്പോൾ ചില പച്ചക്കറികൾ നല്ല ലാഭത്തിൽ തന്നെ ലഭിക്കാറുണ്ട്. അതോടൊപ്പം ഏറ്റവും ഫ്രഷായ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനുള്ള കൂട് അല്ലെങ്കിൽ സഞ്ചിയൊക്കെ നമ്മളുടെ കയ്യിൽ കരുതിയിരിക്കണം. അല്ലെങ്കിൽ മാർക്കറ്റിന് വെളിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കേണ്ടതായി വരും. അങ്ങനെ പച്ചക്കറി മാർക്കറ്റിലെ പച്ചക്കറി പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാം. നമ്മൾ കമ്പം മാർക്കറ്റിൽ നിന്ന്, വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് ഇനി നമ്മൾ ചിന്നമണ്ണൂർ ലക്ഷ്യമാക്കി പോവാണ്. ചിന്നമണ്ണൂർ എന്നിട്ട് നമ്മൾ മേഘമലയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നമ്മളുടെ KSRTC നമ്മളുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വന്നത് ഇതുവഴിയല്ല, മാർക്കറ്റിനകത്തോട്ട് വന്നത് വേറെ വഴി കൂടെ. ഈ വഴി കൂടെ നമ്മൾ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ചാട് കൊച്ചിനെയൊക്കെ ഹെൽമെറ്റ് പോലെ പൊക്കിപ്പിടിച്ചിരിക്കും.
കമ്പം ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ പുറയിൽ. കമ്പം പഴയ കമ്പമല്ല. തേനി 36, ഡിണ്ടിഗൽ 110, കൊടൈക്കനാൽ. തമിഴ്നാടിന്റെ ദേശീയ വാഹനമായ MIT പോകുന്നുണ്ടോ? ഒന്ന് കാണിച്ച്. എത്ര ഗ്യാസ് ഊറ്റിയാന്ന് നോക്കിയേ. MIT എന്തുമാത്രം ലോഡ് വേണേലും വഹിച്ചോലും. നമ്മളിപ്പോൾ ഉത്തമപാളയത്തൂടെയാണ് പോകുന്നത്. ഉത്തമപാളയം എനിക്ക് തോന്നുന്നു മെയിൻ ഏരിയ ആണെന്ന് തോന്നുന്നു. അതെ, ഹോട്ടൽ കിട്ടി. എന്താ ഇവിടെ ഉത്തമപാളയമാണിത്. സിംഗപ്പൂർ മെസ് ആൻഡ് സ്വീറ്റ്സ്. നമ്മൾ ചിന്നമന്നൂർ സിംഗപ്പൂർ മെസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം നേരത്തെയാണ്. അപ്പം ഭക്ഷണം ഇപ്പോൾ നെയ്റോസ്റ്റ് ദോശ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലോട്ടങ്ങ് പിടിക്കുകയാണ്. ഇതെന്തോ ഇത്? ബദാം മിൽക്ക്.